ഹലോ. പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സ് എന്ന ഈ യൂട്യൂബ് ചാനലിലെ ബോർഡർ ഗവസ്കർ ട്രോഫി സീരീസ് ആയ അലൻ കൊച്ചേട്ടനും സണ്ണി മാമയും പിന്നെ നമ്മളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ റോഡ് എന്ന് പറയും, എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് ഓൺ റോഡ്. ഇന്ന് ആസ് യു ക്യാൻ സീ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടുപേരും ഇന്നില്ല, കാരണം ഈ എപ്പിസോഡ് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി എപ്പിസോഡുകൾ രണ്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ അടുത്തതൊക്കെയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഓപ്ഷൻ എപ്പിസോഡുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം നവംബർ 25, ഏകദേശം 10 മണിയായിട്ടുണ്ട്. സോ ഓപ്ഷൻ നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഓപ്ഷൻ്റെ കാര്യം ഇതിൽ പറയുന്നില്ല. ഇന്ന് ജസ്റ്റ് ബോർഡർ ഗവസ്കർ ട്രോഫിയുടെ ഇന്നത്തെ ദിവസത്തെ പറ്റി, ഓവറോൾ പെർഫോമൻസിനെ പറ്റി മാത്രമേ നമ്മളിന്ന് പറയുന്നുള്ളൂ. ഡേ 3 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഡേ 4 സംഭവിച്ച കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്തിട്ട് ഓവറോൾ ഇന്നത്തെ കളി, ഫസ്റ്റ് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക എന്നതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം. ബാക്കി എപ്പിസോഡ് പോലെ തന്നെ നമുക്ക് ബ്ലൂപ്പേഴ്സുകൾ കുറവായിരിക്കും, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. സോ എത്രത്തോളം കണ്ടന്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മറ്റേതും ഒരുപാട് കണ്ടന്റ് വരും. ഫ്രണ്ട്സും കൂടെ, മറ്റേ അശ്വിനും അഖിലേഷും കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കുറേ കണ്ടന്റ് അവരും കൂടെ വരും. ഇപ്പോൾ ഞാൻ മാത്രമേ, ഞാൻ ആദ്യമായിട്ടൊരു ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്നത്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പേടിയില്ല, കാരണം നമ്മൾ ക്യാമറയിലോട്ടായിരുന്നില്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 3 പേരും എങ്ങനെയാണോ സാധാരണ ഗതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഇന്നൊരു വ്യത്യാസമുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, അതും ക്യാമറയുടെ ഫ്രണ്ടിലാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് സംസാരിക്കുന്നത്. ഒരു ഐഡിയ ഇല്ല, എങ്ങനെ വരുമെന്നൊരു ഐഡിയ ഇല്ല. വരുന്നത് പോലെ നോക്കാം. പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും എനിക്ക് വീഡിയോ എടുത്തേ പറ്റുള്ളൂ. സോ എന്തായാലും പോകുന്നു. മറ്റുള്ളവരും അതേ താമസിക്കുന്ന അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്ത ബോർഡർ ഗവസ്കർ ട്രോഫി രണ്ടാമത്തെ ടെസ്റ്റിന് മുമ്പ് നമ്മളൊരു എപ്പിസോഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിലായിരിക്കും അവർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വരുമ്പോൾ കാണാം. സോ ബാക്ക് ടു ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് 1. ഇന്നലെ മാർണസ് ലബുഷൈൻ ഔട്ടായതോടെയാണ് ഇന്നലത്തെ ഡേ തീർന്നത്. മാർണസ് ലബുഷൈൻ 3 റൺസ് മാത്രം എടുത്ത് നമ്മുടെ ബുംറ LBW ആക്കി അങ്ങനെ പറഞ്ഞേക്കുകയാണ് ചെയ്തത്. സോ ഇന്ന് ടെസ്റ്റ് തുടങ്ങി. സ്റ്റീവ് സ്മിത്താണ് ഓപ്പണിങ് ഇറങ്ങിയത്. സോ ഫസ്റ്റ് ബോൾ തന്നെ ബുംറ എറിഞ്ഞത് നോ ബോളായിരുന്നു. സോ ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൽ നോ ബോൾ ആയപ്പോൾ തന്നെ ചെറിയൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, കാരണം തുടങ്ങിയത് നോ ബോളിലാണ്. പണ്ട് ഇതുപോലെ 2017 ചാമ്പ്യൻസ് ട്രോഫിയിലും ഇതുപോലെ ഇരുന്നു. ബുംറയുടെ എറിഞ്ഞ ഫസ്റ്റ് ബോൾ നോ ബോളിലായിരുന്നു, അല്ലെങ്കിൽ വിക്കറ്റ് കിട്ടിയത് നോ ബോളിലായിരുന്നു. സോ ആ ഒരു നോ ബോൾ ഇന്ത്യയെ ഭയങ്കരമായിട്ട് ഭയങ്കര വിലയുള്ളൊരു നോ ബോളായിരുന്നു അത്. കാരണം അന്ന് ആ ബാറ്റർ ആരാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ പുള്ളിക്കാരൻ കളി ജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു പുള്ളിക്കാരൻ കാഴ്ചവെച്ചത്. സോ അതുപോലെ ആകുമോ എന്നൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് സ്കോർ എന്ന് പറഞ്ഞിരുന്നത് 17-3. സോ 17 സ്കോർ എന്ന് പറഞ്ഞാൽ 12-3 എന്നായിരുന്നു. സോ എന്തായാലും ഇന്ത്യ ജയം ഉറപ്പിച്ചിരുന്നു, നമ്മൾ ഉറപ്പിച്ചിരുന്നു. സോ നോ ബോൾ വന്നപ്പോഴും നമുക്ക് ജയിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. എന്നാലും സ്മിത്ത് എന്നൊരു കളിക്കാരൻ്റെ കാലിബർ നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഒരു ജയിക്കില്ലെങ്കിലും ഓൾമോസ്റ്റ് അവർ അതിലേക്ക് എത്തിക്കാൻ കഴിവുള്ളൊരു കളിക്കാരനാണ് സ്മിത്ത് എന്ന് അറിയാം. സോ അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്ന സമയത്ത് സ്മിത്ത് ജയിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ സിറാജിൻ്റെ ആദ്യത്തെ ഓവർ ബുംറ എറിഞ്ഞു കഴിഞ്ഞു. സിറാജിൻ്റെ ആദ്യത്തെ ഓവർ തന്നെ ഖവാജ പുറത്തായി. അതായത് നമ്മൾ പിച്ചിൻ്റെ കാര്യം 2 ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവസാനത്തോടെ, അതായത് ഉച്ചയ്ക്ക് ശേഷം, രണ്ടാം സെഷന് ശേഷം പിച്ചിൻ്റെ സ്വഭാവം ആകെ അങ്ങ് മാറി. ബൗൺസ് കുറഞ്ഞു, ക്രാക്സ് വന്നു തുടങ്ങി. കാരണം നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള, ഏകദേശം 32 ഡിഗ്രി സെൽഷ്യസോളം നല്ല ചൂടുണ്ടായിരുന്നു. 32-34 ടെമ്പറേച്ചർ. സോ ചൂടായിരുന്നു, ക്രാക്സ് വന്നു. സോ ബോളിംഗ് നല്ല ചേഞ്ച് ചെയ്തു, ബൗൺസ് മാറി. സോ അത് ഇന്നലെ അവസാനം അങ്ങനത്തെ ഒരു പിച്ച് കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിച്ചതായിരുന്നു ഇന്ത്യക്ക് ഈ സീരീസ് സുഖമായിട്ട്, ബാക്കിയുള്ള 7 പേര് പെട്ടെന്ന് ഔട്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ വിധി അതുപോലെ വന്നില്ല. നമ്മുടെ ഖവാജ കീപ്പർ കാച്ചിന് ശേഷം ട്രാവിസ് ഹെഡാണ് വന്നത്. സോ ട്രാവിസ് ഹെഡ് ഓക്കെ, നമ്മളും ട്രാവിസ് ഹെഡ്, ഇന്ത്യക്കാരും ട്രാവിസ് ഹെഡ് തമ്മിൽ, ട്രാവിസ് ഹെഡ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീമാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ കമൻട്രിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ട്രാവിസ് ഹെഡ് കളിക്കാൻ ഇഷ്ടപ്പെട്ട ബോളിംഗ് ആണ് ഇന്ത്യയുടെ നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, സ്വാഭാവികമാണ്. കാരണം നമ്മളെ വേൾഡ് കപ്പിൽ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ല, അത് മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് അത്. ഹെഡ് ഇറങ്ങി
ഹെഡും സ്മിത്തും നല്ലൊരു പാർട്ണർഷിപ്പ് തന്നെ ബിൽഡ് ചെയ്യുന്ന തോന്നിയുന്ന ഒരു സമയമുണ്ടായിരുന്നു. കാരണം ഇത്രയും ദിവസം, അതായത് ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റത്തെ 2 സെഷൻ ഒഴിച്ച് ബാക്കി എല്ലാം ഇന്ത്യൻ ഡോമിനൻസ് ഉള്ള കളിയായിരുന്നു കാണിച്ചു വെച്ചിരുന്നത്. ഫസ്റ്റ് രണ്ട് സെഷൻസ്, അതായത് ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സെഷൻസ് മാത്രമേ ഓസ്ട്രേലിയയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇന്ത്യയുടെ ഡോമിനൻസ് ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ബോളർമാർ നല്ല കോൺഫിഡൻസ് ആണ് ഇന്ത്യൻ ബോളേഴ്സ്. കാരണം അതിന് ശേഷം കൊണ്ട് നമ്മുടെ ഇവരെ 104 ആൾ ഔട്ട് ആക്കുകയും, സോ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര കോൺഫിഡൻസ് തന്നെയായിരുന്നു. ആ കോൺഫിഡൻസ് പക്ഷേ ട്രാവിസ് ഹെഡ് സ്മിത്തും കൂടെ പതുക്കെ കുറച്ച് വന്നു. കാരണം അവർ നന്നായിട്ട് ബാറ്റ് ചെയ്തു. പെട്ടെന്ന് ലൂസ് ബോൾസൊക്കെ അവർ ലീവ് ചെയ്യാൻ തുടങ്ങി. ഔട്ടാവും എന്നുള്ള ബോളൊക്കെ അവർ നോക്കി ശ്രദ്ധിച്ച് കളിക്കാൻ തുടങ്ങി. പിന്നെ സ്മിത്തിൻ്റെ കാര്യം വെച്ചാൽ സ്മിത്ത് ഫസ്റ്റ് ഇന്നിങ്സിൽ LBW ആയത്, അതായത് ഫുട് വർക്കിൻ്റെ പ്രശ്നമായിരുന്നു. പുള്ളിക്കാരെ മിസ്ജഡ്ജ് ചെയ്തു, നമ്മുടെ സ്റ്റാൻഡ്സിൽ നിന്ന് കുറച്ച് നീങ്ങി. സോ അങ്ങനെ കുറച്ച് പ്രശ്നം വന്ന് സ്മിത്ത് ഔട്ടായി. പക്ഷെ അത് കൃത്യമായിട്ട് സ്മിത്ത് രണ്ടാമത്തെ ഇന്നിങ്സിൽ ഗംഭീരമായിട്ട് നോക്കി എങ്ങനെയും ബൗൾഡോ LBW ആവാതിരിക്കാനുള്ള രീതിക്കായിരുന്നു പുള്ളിക്കാരൻ ചെയ്തത്. പക്ഷെ അത് ഒരു പരിധി വരെ അത് പുള്ളിക്കാരനെ സഹായിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നില്ല. സിറാജ് വന്നു, പുള്ളിയെ എഡ്ജ് കൊള്ളിപ്പിച്ച് ക്യാച്ച് ആക്കുകയാണ് ചെയ്തത്. കാരണം പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് വിക്കറ്റ് LBW ആയിരുന്നുകൊണ്ട് പുള്ളിക്കാരൻ മാക്സിമം LBW ബൗൾഡും അവോയ്ഡ് ചെയ്യാൻ നോക്കി. പക്ഷേ സിറാജിൻ്റെ ബ്രില്യൻസ് കാരണം എഡ്ജ് തട്ടി വിക്കറ്റ് കീപ്പറിന് പോയി. പിന്നെ അതിനുശേഷം വന്നതാണ് മിച്ചൽ മാർഷ്. സോ ഹെഡും മാർഷും ഒരു ജയിപ്പിക്കുമെന്നല്ല, പക്ഷേ ചെറിയ പ്രതീക്ഷ ഓസ്ട്രേലിയൻ ക്യാമ്പുകളിൽ കൊടുത്തിരുന്നു എന്ന് അറിയാൻ പറ്റും. കാരണം ഹെഡ് ആണെങ്കിലും മാർഷ് ആണെങ്കിലും നന്നായി തന്നെ കളിച്ചു, മോശം പറയാൻ പറ്റില്ല, നന്നായിട്ട് കളിച്ചു. ട്രാവിസ് ഹെഡ് 89 റണ്ണും മിച്ചൽ മാർഷ് 47 റണ്ണുമാണ് എടുത്തത്, വിത്ത് എ ഗുഡ് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 88 and 70. സോ ഇറ്റ് വാസ് എ നൈസ് മാച്ച് ബിറ്റ്വീൻ ദം ആൻഡ് ഗ്രേറ്റ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ദം. സോ അതിനുശേഷം ട്രാവിസ് ഹെഡ് പോയി. പിന്നെ വന്നതായിരുന്നു അലക്സ് പേരി. നന്നായിട്ട് കളിച്ച് പിടിച്ചു നിന്നു, ഒരുപാട് നേരത്തേക്ക് പിടിച്ചു നിന്നു. അതിനുശേഷം മാർഷ് ഔട്ടായി. അതിനുശേഷമാണ് മിച്ചൽ സ്റ്റാർക്ക് വന്നത്. സോ മിച്ചൽ സ്റ്റാർക്ക് വന്നപ്പോൾ തന്നെ ചെറിയ പ്രതീക്ഷ മിച്ചൽ സ്റ്റാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഇന്നിങ്സ് ഏറ്റവും കൂടുതൽ ബോൾ ഫേസ് ചെയ്തൊരു ബാറ്ററായിരുന്നു മിച്ചൽ സ്റ്റാർക്ക്. അതുപോലെ തന്നെ പെട്ടെന്ന് ഔട്ടാക്കാനും പറ്റിയില്ല. ഹർഷിത്രാണായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ വിക്കറ്റ് എടുത്തിരുന്നത്. സോ പുള്ളിക്കാരന് കുറച്ച് സ്റ്റേണായിട്ടോട്ട് നിന്നു. ഏകദേശം 35 ബോളുകൾ പുള്ളിക്കാരൻ ഫേസ് ചെയ്തു. സോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അവിടെ കാഴ്ച വെച്ചിരുന്നു. പക്ഷേ നമ്മുടെ മിച്ചൽ സ്റ്റാർക്കിനെ വിക്കറ്റ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് ബോളറിങ്ങിന് നമുക്ക് വേണമെങ്കിൽ ബോളിങ്ങിന് ഒരു പരിധി വരെ നല്ല ബോളായിരുന്നു. പക്ഷെ ഒരു പരിധി വരെ ബോളറിനെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല വിക്കറ്റിന്. കാരണം വിക്കറ്റ് എടുത്തത് വാഷിംഗ്ടൺ സുന്ദർ ആണെങ്കിലും ആ ഒരു ക്യാച്ച് ഷോർട്ട് ലെഗിൽ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഒരു രക്ഷയില്ലാത്ത ക്യാച്ച് ആയിരുന്നത്. ഇറ്റ്സ് ആൻ അൺബിലീവബിൾ ക്യാച്ച്. കാരണം ഇത്ര വേഗം റിയാക്ട് ചെയ്തു. ദേവ് ജുറൽ ഒരു വിക്കറ്റ് കീപ്പറാണ്. സോ അതിൻ്റെ തന്നെ ആയിരിക്കാം പെട്ടെന്ന് ആ ഒരു ക്യാച്ച് എടുക്കാൻ പറ്റിയതും. ഒരു പക്ഷേ വേറെ ആയിരുന്നെങ്കിലും ആ ഒരു ക്യാച്ച് എടുക്കാൻ പറ്റില്ല. കാരണം അത്ര ഡിഫിക്കൽട്ടായിട്ടൊരു ക്യാച്ചാണ്. നല്ല ക്വിക്ക് റിയാക്ഷൻ ആയിട്ട് ഇതുപോലെ പിടിച്ചൊരു ക്യാച്ച് ആയിരുന്നു അത്. സോ ഇറ്റ് വാസ് ആൻ അമേസിങ് ക്യാച്ച്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ക്യാച്ച്. ക്യാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയണ്ട, അത്ര മനോഹരമായ ഒരു ക്യാച്ച് ആയിരുന്നു അത്. സോ ആ വിക്കറ്റിന് മുമ്പ് മിച്ചൽ മാർഷിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയട്ടെ. മിച്ചൽ മാർഷിൻ്റെ വിക്കറ്റ് കിട്ടിയത് നിതീഷ് റെഡ്ഡിക്കായിരുന്നു. ജസ്റ്റ് എഡ്ജ് തട്ടി ബൗൾഡായി. ഇറ്റ്സ് എ മേഡൻ വിക്കറ്റ് ഫോർ നിതീഷ് റെഡ്ഡി. സോ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം നിതീഷ് റെഡ്ഡിയെ പോലെ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ആകെ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആകെയുള്ള ഹർദിക് പാണ്ഡ്യയാണ്. ഹർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് ഭയങ്കര ഇഷ്യൂ തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ. സോ അങ്ങനത്തെ ഒരു ഓൾറൗണ്ടർ ഇന്ത്യക്ക് ഇപ്പോൾ അനിവാര്യമാണ്. കാരണം മുമ്പ് നമുക്ക് അനിവാര്യം തന്നെയാണ്. കാരണം ബാറ്റിംഗ് കൊണ്ട് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻ നമുക്ക് തീർത്തേ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരു നല്ല ഓപ്ഷനാണ് നിതീഷ് റെഡ്ഡി. ഹോപ്പ് ഹി വിൽ റൈസ് ഫോർ ദ ഒക്കേഷൻ. സോ നന്നായിട്ട് കളിച്ച് നല്ലൊരു എക്സ്പീരിയൻസോടുകൂടി തന്നെ ഇന്ത്യൻ ടീമിന് വളരെ മികച്ച ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് നോക്കാം. പിന്നെ അതിനുശേഷം വന്ന നാത്തൻ ലയൺ പെട്ടെന്ന് തന്നെ ബൗൾഡായി. ഓൾമോസ്റ്റ് എ ഗ്രേറ്റ് ബോൾ. പിച്ചിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ബോളിങ്ങിനേക്കാളും സ്പിന്നിൻ്റെയൊക്കെ പിച്ചിൻ്റെ കാര്യം പറയാം. പക്ഷെ നല്ല ബോളായിരുന്നു. നമുക്ക് ബോളറിനെ മോശമാക്കാൻ പറ്റില്ല. പിച്ച് എത്ര നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നന്നായിട്ട് എറിഞ്ഞ് കാണാം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡെലിവറി എഗൻസ്റ്റ് നാത്തൻ ലയൺ. സോ ഇറ്റ് വാസ് എൻ അമേസിങ് വിക്കറ്റ് ഫോർ ഹിം. സോ 2 വിക്കറ്റാണ് പുള്ളിക്കാരൻ നമ്മുടെ
വാഷിങ്ടൺ സുന്ദറിന് കിട്ടിയത് അവസാനത്തെ വിക്കറ്റ് ആയിരുന്നു അലക്സ് കാരി എടുത്തത്. സോ അത് ഇപ്പോൾ വീഴുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. ഏകദേശം ഒരു 6 ഓവേഴ്സ് 6 ഓവറിന് ശേഷം തന്നെ അലക്സ് കാരി കൂടാരം കയറി. അലക്സ് കാരി ഹർഷിത് റാണയാണ് അവസാനത്തെ വിക്കറ്റ് വീഴ്ത്തിയത്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെലിബ്രേഷൻ ബിറ്റ്വീൻ ദം. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, വിക്കറ്റ് എടുത്തത് ബുംറ, ക്യാച്ച് എടുത്തത് പന്ത്. ഏകദേശം ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് ഏകദേശം 14 സ്മിത്ത് ഔട്ടിന് ശേഷം 14ഓളം ഓവർക്ക് ശേഷമാണ് ഹെഡ് ഔട്ടായത്. ഏകദേശം 14 ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് സ്മിത്ത് ഹെഡ് ഔട്ടായത്. വീണ്ടും തെറ്റിപ്പോയി ഹെഡ് ഔട്ടായത്. ഏകദേശം ഹെഡും മിച്ചൽ മാർഷും കൂടി 82 റൺ പാർട്ണർഷിപ്പാണ് എടുത്തത്. 77 ബോളിന് 82 റൺ. സോ ആ ഒരു ഫ്രസ്ട്രേഷൻ നല്ലതാണ്, കാരണം വിക്കറ്റ് കിട്ടുന്നില്ല. രണ്ടുപേരും നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. സോ ആ ഒരു വിക്കറ്റ് ബ്രേക്ക് ത്രൂ ബുംറയുടെ അഗ്രഷൻ നമ്മൾ കണ്ടത് അതിൽ. കാരണം അത്രത്തോളം വിക്കറ്റിന് വേണ്ടി കാത്തിരുന്ന ഇന്ത്യൻ ടീം ബുംറ തന്നെയാണ് വിക്കറ്റ് എടുത്തത്. സോ ആ ബുംറ കോഹ്ലി അഗ്രഷൻ, ആ ഒരു അഗ്രഷൻ പാർട്ണർഷിപ്പും ബോളിംഗ് പാർട്ണർഷിപ്പിൽ അഗ്രഷൻ പാർട്ണർഷിപ്പും വളരെ നല്ല രസത്തോടെ കാണാൻ. ഇതുപോലത്തെ ഒരു അഗ്രഷനാണ് നമ്മളെപ്പോഴും ഇന്ത്യ ഓസ്ട്രേലിയ കളിയിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു ടെസ്റ്റിൽ അത്ര വലിയ അഗ്രഷൻ ഓസ്ട്രേലിയക്കാർ കാണിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയാം, മേ ബി അവർക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ലായ്മ ഈ ടെസ്റ്റിൽ കാണിച്ചിരുന്നു. അവർ ബോളിങ്ങിന് മാത്രമേ നമ്മൾ കോൺഫിഡൻസ് കണ്ടുള്ളൂ. ഓസ്ട്രേലിയൻ ബോളിങ്ങിന് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് അവർ ബാറ്റ് ചെയ്ത് 63-ൽ 6 എന്ന നിലയിൽ എത്തിയപ്പോൾ എല്ലാ കോൺഫിഡൻസും അവർക്ക് ഫസ്റ്റ് ഡേ തന്നെ അവർ കോൺഫിഡൻസ് പോയി. അത് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ മിച്ചൽ സ്റ്റാർക്ക് മാത്രമേ എടുത്തുള്ളൂ. ഓൾമോസ്റ്റ് റൺസ് പറയുകയാണെങ്കിൽ 26 റൺസ്, 26 റൺസ്, അത് 112 ബോൾ. അത്രയും കാത്തിരുന്ന് നല്ല ബോളുകൾ മാത്രം നോക്കി ലീവ് ചെയ്ത് അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ബോളുകൾ മാത്രം കളിച്ച് എടുത്ത 26 റൺസ്. സോ ഇറ്റ് വാസ് മിച്ചൽ സ്റ്റാർക്ക് അല്ലാതെ വേറെ ആരും നന്നായിട്ട് കളിച്ചില്ല. അലക്സ് കാരി കളിച്ചു 21 റൺസ്. വേറെ ആരും ഒന്നും പറ്റിയിട്ടില്ല. സോ ആ ഒരു ഡിപ്പ് ഇൻ ദ കോൺഫിഡൻസ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. സെക്കൻഡ് ഇന്നിങ്സ് ബോളിങ്ങിൽ അതിന് സംഭവിച്ചത് കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് കാണാമായിരുന്നു. അവർ പ്രതീക്ഷിച്ച പോലെ പിച്ച് ബിഹേവ് ചെയ്യാത്തത് കൊണ്ടാണോ അതോ അവർ പ്രതീക്ഷിക്കാത്ത പോലെ ഇന്ത്യ കളിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, അവർക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ അത് തന്നെയാണ് അവരുടെ ഇങ്ങനത്തെ ഒരു തോൽവിയുടെ ഒരു റീസൺ എന്ന് പറയാം. കാരണം ഇന്ത്യക്കെതിരെ കളിക്കുന്നതിൽ ഏറ്റവും വലിയ തോൽവി തന്നെയായിരിക്കാം ഓസ്ട്രേലിയക്ക് ഇത്. സോ അടുത്ത ടെസ്റ്റ് മിക്കവാറും കുറച്ചൊരു ഗംഭീര ടെസ്റ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടും അവരിറങ്ങുന്നതായിരിക്കും. അഡിലേറ്റിലാണ് അടുത്ത ടെസ്റ്റ്, ഡേ നൈറ്റ് ടെസ്റ്റാണ്. സോ എങ്ങനെയിരിക്കും നമുക്ക് കാണാം ആ ടെസ്റ്റിലോട്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് ബുംറയാണ്. 2 ഇന്നിങ്സും കൂടി 8 വിക്കറ്റാണ് ബുംറ എടുത്തിട്ടുള്ളത്. സോ ബുംറ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. സോ ബുംറയുടെ നല്ല അടിപൊളി സ്പെല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബുംറയ്ക്ക് കൊടുത്തത്. ഈ ഓസ്ട്രേലിയ തകർച്ചയുടെ ഏറ്റവും വലിയ കാരണം ബുംറ തന്നെയാണ്. സോ വെൽ ഡിസേർവ്ഡ് മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയാം. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ കാൻഡിഡേറ്റ് ആയിട്ട് നമ്മുടെ യശസ്വി ജയ്സ്വാളിനെ എടുക്കാം. യശസ്വി ജയ്സ്വാളിനെ നമുക്ക് ഈ കാൻഡിഡേറ്റ് കണക്കാക്കാം. കാരണം പുള്ളിക്കാരൻ്റെ 161 റൺസ്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മാച്ച്. ബട്ട് ദ പിച്ച് ഓസ്ട്രേലിയൻ ബോളിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബുംറ തന്നെയാണ് കളി ജയിപ്പിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പുള്ളിക്കാരൻ്റെ അഗ്രഷനും ടെമ്പററി ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ നന്നായിട്ട് ടീമിനെ മാനേജ് ചെയ്തു. സോ ഇറ്റ്സ് എ ഹാറ്റ്സ് ഓഫ് ഫോർ ഹിം. സോ അടുത്ത ടെസ്റ്റിൽ രോഹിത് ശർമ്മ റീജോയിൻ ചെയ്തു. ഓൾമോസ്റ്റ് ഇന്നലെ റീജോയിൻ ചെയ്തിട്ടുണ്ട്. ടീമിൻ്റെ കൂടെ തന്നെ റീജോയിൻ ചെയ്തു. ഇന്ന് പിങ്ക് ബോളിൽ രോഹിത് ശർമ്മ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ നെക്സ്റ്റ് മാച്ച്. സോ നമ്മുടെ അടുത്ത സീസണിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ രോഹിത്തും ഉണ്ടാവും, കൂടെ ഗില്ലും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. സോ ഗില്ല് ഉണ്ടാവുകയാണെങ്കിൽ ഈ ടെസ്റ്റിൽ നിന്ന് സെയിം സ്കോഡ് തന്നെ ആയിരിക്കും. ജൂറലും പടിക്കലിലും ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം KL രാഹുലാണ്. സോ KL രാഹുലിൻ്റെ സ്ഥാനക്കയറ്റം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് എന്ന് പറയുമ്പോൾ മേ ബി നമ്മുടെ ഓപ്ഷൻ എപ്പിസോഡായിരിക്കും. ആ എപ്പിസോഡിലല്ല, സെക്കൻഡ് ടെസ്റ്റിന് വേണ്ടി നമ്മളൊരു എപ്പിസോഡ് ഇറക്കും ഈ സീരീസിൻ്റെ 4ാം പാർട്ടായിട്ട്. അതായത് അലൻ കൊച്ചേട്ടനും തണ്ണി മാമനും പിന്നെ നമ്മളും ആ രീതിയിൽ 3ാമത്തെ എപ്പിസോഡിലായിരിക്കും വരുന്നത്. സോ അത്രയേ ഉള്ളൂ. ഇത് 3ാമത്തെ എപ്പിസോഡാണല്ലേ. അപ്പോൾ 4ാമത്തെ എപ്പിസോഡിലായിരിക്കും നമ്മളിതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്, പ്രീ മാച്ച് ഷോ. സോ നമുക്ക് ആ എപ്പിസോഡിലേക്ക് കാണാം. സോ അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.